പുതിയ വ്ളോഗ് ഗൈസ്. എന്റെ ചാനൽ നിങ്ങൾ കുറെ കാലമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഹൈറ്റ് എന്തോരം പേടിയാണ്. ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഇൻട്രോ എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും നല്ലൊരു വിഷ്വൽ കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഒരു ഡ്രോൺ പറക്കുമ്പോൾ കിണ്ണ വിഷ്വലില്ലേ. പക്ഷെ ഒരു പ്രശ്നം പറ്റി, ഡ്രോൺ പറത്തി മേളിലെത്തിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, എന്റെ ഡ്രോണിൽ ചാർജ് ഇല്ല. അങ്ങനെ ഈ പുല്ല് എമർജൻസി ലാൻഡ് ആയിപ്പോയി. എടാ ഡ്രോൺ വെള്ളത്തിൽ പോയെന്ന് ഗൈസ്. എമർജൻസി ലാൻഡ് വെള്ളത്തിൽ പോകാൻ പോയപ്പോഴത്തേക്ക് ഞാൻ താണ്ട താഴെ അവിടെ ലാൻഡ് ചെയ്യിച്ചു. അതിനി പൊങ്ങൂല, നമ്മൾ പോയി എടുക്കണം. അത് നമ്മൾ കണ്ടുപിടിക്കണം വഴി. ഗൈസ് നമ്മൾ ഇനി ഡ്രോൺ എടുക്കാൻ പോട്ടെ. ഏണി എങ്ങനെ എടുക്കാം എന്നുള്ള റിസർച്ച് നടത്തിയിട്ടിരിക്കുന്ന ഒരു മഹാനാണ് ഗൈസ്. കം ഓൺ ലെറ്റ്സ് ഗോ. അതിനി എടുക്കാം. എന്തിന്റെ കേടായിരുന്നു എനിക്ക് രാവിലെ. അപ്പ് ഈ ആണ്ടിരിക്കണം. വയ്യായികയ്ക്ക് ഒരു പര്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പേരെഴുതി ചേർത്തോ ഗൈസ്. പരീക്ഷയ്ക്ക് എങ്ങാനും ചോദിക്കണം. ഇതൊരു അഴുവന് വെള്ളം ഇത്. പക്ഷെ ആണ്ട ഗൈസ് നമ്മുടെ ഡ്രോൺ കുട്ടായിരിക്കണേ. ഇവിടെ താഴെ ചവിട്ടാനാ ഗൈസ്. അത് ചതുപ്പാണ്. എങ്ങനെ താന്നു കഴിഞ്ഞാൽ സന്ദീപിനാണെങ്കിൽ വലിയ കേടുപാടുകൾ ഒന്നും കാണാനില്ല. ചിറവില് ചെറുതായിട്ട് ചെളിയായി, 2 ചിറവിലും. എമർജൻസി ലാൻഡ് ചെയ്തപ്പോ ഇവിടെയും ചെളിയായി. പിന്നെ അണ്ടർഗ്രൗണ്ടില് കുറച്ച് ചെളികൾ. അതല്ലാതെ ഡ്രോൺ കുട്ടപ്പുറം ഒക്കെയാണ്. എന്റെ ഒരു ഡ്രോൺ ആലപ്പുഴ കായലിൽ കളഞ്ഞു പോയതിന്റെ ക്ഷീണം എനിക്ക് കഴിഞ്ഞ് വരണേ ഉള്ളു. ഇവിടെ ഒരു ശിവലിംഗം നിങ്ങൾ കണ്ട? നോക്കിക്കണത് ശിവലിംഗം. ഇത് എടുക്കാവോ? എനിക്ക് പേടിയാവണം. എടാ ഇവിടെ ഒരു ശിവലിംഗം എടുക്കണ്ട. എന്നാലും ആ ശിവലിംഗം അവിടെ എങ്ങനെ വന്ന്? ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? ചാർജ് ഇല്ലാത്ത ഡ്രോൺ പുഴയുടെ മേളിലൂടെ പറത്തരുതെന്ന് പഠിച്ചു. ഇവിടെ നല്ല വെള്ളമുണ്ട്. ഇത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലീക്കായി വരുന്ന വെള്ളമാണ്. നല്ല വെള്ളമാണ്. അതിന് അവർ ഷീറ്റ് വെച്ചിട്ട് വെള്ള സംഭരണി ഉണ്ടാക്കി കേട്ടോ. അടിപൊളി ഗൈസ്. പാലം പണിയണത് നിങ്ങള് കറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാവേ. ഈ പാലത്തിനാണ് റെനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പാലത്തുനിന്ന് പോണ വെള്ളത്തിനെയും അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ വെള്ളത്തിനെയും തടയാനായിട്ട് കണ്ട ഇത് കണക്ക് മുതുക്ക് ബണ്ട് കെട്ടിയിട്ടുണ്ട്. കണ്ട നമ്മള് ദാണ്ട് അവിടെയാണ് ഇരുന്നത്. ഡ്രോൺ കിടന്നത് ദാണ്ട് അവിടെയാണ്. ഇങ്ങനത്തെ വിഷ്വൽസ് ഒന്നും നോർമൽ ആൾക്കാർക്കാർക്കും കിട്ടത്തില്ല. ഇതൊക്കെ കാർത്തിക് സൂര്യ വ്ളോഗ്സിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. എങ്ങനെയുണ്ടോ സന്ദീപ്? കട്ട പിടിച്ച ചെളി, ക്ലേ ആണെന്ന് തോന്നുന്നു. ഇവിടെയാണ് ഡ്രോൺ കിടന്നത്. ഇവിടെയാണ് ഞാൻ ഇത് ഇൻട്രോ എടുത്തത്. അപ്പൊ ഗൈസ് ഇവിടെ വന്ന് നിൽക്കുമ്പോ എനിക്ക് എന്റെ പഴയ ഇൻട്രോ എടുക്കാൻ ഒരു ഫീല് വരുന്നു. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എന്റെ പോലെ എന്റെ അഡ്വഞ്ചറസ് സ്പിരിറ്റ് ഉണ്ടെന്ന്. ഇനി അഡ്വഞ്ചറസ് സ്പിരിറ്റ് കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോവാം. അവിടെ നിതിൻ അളിയന്റെ പുതിയ ക്ലിനിക്കിന്റെ ഉദ്ഘാടനമാണ്. അപ്പൊ നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചെന്റെ വീട്ടിൽ എത്തുകയാണ്. ഇറ്റ്സ് ഗോണ ബി എ വണ്ടർഫുൾ ഡേ ഗൈസ്. വിത്ത് എ വണ്ടർഫുൾ സ്റ്റാർട്ട്. കുറച്ച് ടെൻഷൻ അടിച്ചു, എന്നാലും നമുക്ക് പോവാം ഗൈസ്. ഗുഡ് മോർണിംഗ്. ഓ കക്കവാരലൊക്കെ ഉണ്ടല്ലേ ഇവിടെ? ഓക്കെയാണ്. ഇവിടെ കക്കവാരലും ഒക്കെ ഉണ്ട്. കക്കവാരുന്നിടത്ത് ഒരു കൊക്ക് പറന്നുപോയി. കക്കക്കൊക്ക്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വേണ്ട ഈ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ട. ഇത് പൂത്തോട്ട കോളേജ്, അത് പാലം. ബ്യൂട്ടിഫുൾ മോർണിംഗ് ഇറ്റ് ഈസ്. ലെറ്റ്സ് ഗോ ടു ട്രിവാൻഡ്രം. ഈ തിട്ടയുടെ അപ്പുറത്താണ് ഞാൻ ഇരുന്നത്. പിന്നെ ഒരു കാര്യം ഗൈസ്, ഇത് കണ്ടോണ്ട് ഏതെങ്കിലും പിള്ളേര് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് വരാണെങ്കിൽ ചന്തി അടിച്ച് പൊട്ടിക്കുക. ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഞാൻ ഇത് ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ഞാൻ എവിടെയാണ് ഇരുന്നേന്ന് ആലോചിക്കണത്. ഓക്കെ, ഡോണ്ട് ഡു. ഓക്കെ, ടച്ച് വാർണിംഗ്. ആരും ചെയ്യരുത്. ഇറ്റ്സ് റിസ്കി. അപ്പൊ ഇനി നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് പോവാം. ശരിക്കും ഭയങ്കര അൺഎക്സ്പെക്ടഡ് മോർണിംഗ് ആയിപ്പോയി. നീ പ്രതീക്ഷിച്ചാടാ ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോ ഇങ്ങനെ സംഭവിച്ചു? ഓക്കെ, ഇനി നമുക്ക് പോവാം ഗൈസ്. ഗൈസ് നമ്മുടെ സ്ഥിരം കുത്തിയ ഓഫീസ് വീട്ടിൽ പ്രാവശ്യം ഒരു വെറൈറ്റി പിടിച്ചു നോക്കാൻ ആനന്ദ് ഭവനിൽ വന്നേക്കാണ്. ഇത് എവിടെയാടാ ഇത്? കോട്ടയത്ത് ആനന്ദ് ഭവനിൽ നിന്ന് നമ്മളെ ഫുഡ് കഴിക്കാൻ കഴിച്ചു. രാവിലെ തന്നെ മസാല ദോശ, അവന് പൂരി, ചൂടും. കഴിച്ചിട്ടാ
നല്ല ഫുഡായിരുന്നു ഗൈസ്. പക്ഷേ ഓഫീസിലെ അപ്പം മുട്ടക്കറി ഞാൻ മിസ് ചെയ്തു. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാ. ചടയമംഗലം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് എത്തി. ഭയങ്കര ചൂട് കാരണം നമ്മളൊരിടത്ത് കരിക്ക് കുടിക്കാൻ നിർത്തി. അപ്പൊ ഇങ്ങോട്ട് വരണ വഴിക്ക് ഒരു അമ്മമ്മ കുറച്ച് ബാക്കിലൊരു ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്റെ മൈൻഡിൽ ഇമേജ് പോണില്ല. നമുക്കൊന്ന് ബാക്കിലോട്ട് പോയി നോക്കിയാലേ. പോയി നോക്കാം. സന്ദീപ് എടാ നമുക്കൊന്ന് കുറച്ച് പിറകിലോട്ട് പോവാം. ഒരു അമ്മമ്മ അവിടെ ഇരിക്കണം, എനിക്കൊന്ന് കാണാൻ തോന്നി. ബാ പോയിട്ട് വരാച്ചി. കുറച്ച് ദൂരമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കണം, കാണാനില്ല. ഇനിയിപ്പോ ഞാൻ അത് ഇമാജിൻ ചെയ്തതാണ്. അത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. എന്നിട്ട് ഇവിടെ നിർത്തിയപ്പോഴാണ് ഞാൻ കരിക്ക് കുടിക്കാനായിട്ട് എഴുന്നേറ്റിരുന്നത്. കാണാനില്ല. തോണ്ടടാ സന്ദീപ്, കണ്ട അപ്പുറത്ത് കറങ്ങി വന്നേ. നിലമേലെന്നാണ് ഗൈസ് സ്ഥലത്തിന്റെ പേര്. പുറത്ത് പുഴുങ്ങണ ചൂടാണ് ഗൈസ്. ഞാൻ കളിക്ക് പറയല്ല, പുഴുങ്ങണ ചൂടാണ്. അപ്പൊ ഈ അമ്മ അവിടെ റോഡ് സൈഡിൽ അങ്ങനെ തറയിരിക്കണ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ, എന്റെ വീട്ടിൽ 2 അമ്മമാരുണ്ട്. നമസ്കാരം. എന്തമ്മ അവിടെ ഇരിക്കണ അറിയാവോ? എന്തമ്മ നടന്നു പോവാം വീട്ടിലോട്ട്. നടന്നു പോകാൻ പറ്റത്തില്ലല്ലോ. ഓ ഒന്ന് വീട് വരെ ആക്കുവോ? എടാ അമ്മക്ക് കാറിൽ കയറാൻ ചിലപ്പോൾ പേടിയായിരിക്കും. ഞാൻ ഓട്ടോയിൽ അങ്ങോട്ട് പോവാം, നീ ഓട്ടോയുടെ പിറകെ വാ. നീ ഒരു ATM പോയിട്ട് കുറച്ച് ക്യാഷ് എടുത്തോണ്ടോ. കയറിക്കോ. താങ്ക് യു ഏട്ടാ. വാ അമ്മ, ഞാൻ പിടിച്ചോളാം അത്. ശരി ചേട്ടാ, താങ്ക് യു. ഓട്ടോ ചേട്ടാ പൈസ അയച്ചില്ല എൻ്റെ. അമ്മ എന്നും ഇതേ കണക്ക് നടക്കുവോ? ദൂരം ഇല്ലേ നടക്കാൻ ഒരുപാട്? നടക്കാൻ വയ്യ അമ്മ, ശ്വാസം മുട്ടില്ല. പതുക്കെ കടന്നാ മതി. ഇതൊക്കെ മക്കളെ വീടാണോ? ആഹാ, കുടുംബ വീട് അതാണോ? പതുക്കെ കടന്നാ മതിയേ. ഇതാണോ അമ്മയുടെ വീട്? ഇതാണോ അമ്മയുടെ കുടുംബം? ഇതൊക്കെ ആരാ? മരുമോളാ? എല്ലാരും ഇവിടെ തന്നെ അല്ലേ? അമ്മ ഒറ്റയ്ക്കാണോ ഇവിടെ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കാ? ഇവിടെ ഒറ്റയ്ക്കാണോ? എന്തിനാ അവിടെ പോയി ഇരിക്കണേ? ചൂടല്ലേ? വണ്ടി പോണതൊക്കെ കാണാന്നാ? അതുകൊണ്ടാണോ പോയിരിക്കണേ? അടച്ചുപൂട്ടി ഇരിക്കുമ്പോഴത്തേക്കും പറ്റണല്ലോ അല്ലേ? വണ്ടിയെ കണ്ടിരിക്കുക അല്ലേ അവിടെ? അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഒരു ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും അമ്മയ്ക്ക്? പോട്ട് അത് വിട്. ഒരു മാസം അമ്മയ്ക്ക് ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണം? ജോലി ചെയ്യണം, അതിന് വയ്യ അല്ലേ? കൈ വയ്യ, ഒരു വർഷം തളർന്നു ഒന്നും ചെയ്യാൻ വയ്യ. പൈസ മാത്രം പറ്റേണ്ട, പൈസ നോക്കിയാൽ വേദെടുക്കണം. അമ്മയുടെ പേരെന്താ? എന്റെ പേര് സരസമ്മ. സരസമ്മ? സരസ നല്ല പേരാണല്ലോ. എന്റെ അമ്മയുടെ പേരറിയാവോ? എന്റെ അമ്മമ്മയുടെ പേര് സുശീല, വിലാസിനി, സരസ്വതി. 3 അമ്മമാരുണ്ട്. അമ്മമ്മ പോലെ തോന്നി എനിക്ക്. അതാ വണ്ടി പോയപ്പോ കണ്ടപ്പോ നിർത്തിയ ഞാൻ. അമ്മയ്ക്ക് എത്ര സഹോദരങ്ങളായിരുന്നു? സുമാരൻ. ആ, അമ്മയുടെ നേരെ ഇളയത്. ആ, പിന്നെ സുകുമാരൻ. നല്ല പേര്. എല്ലാരും അടുത്തടുത്ത് തന്നെ ഉണ്ടല്ലേ? സുകുമാരൻ, സുകുമാരി, സരസമ്മ. പിന്നെ 3 പേരെ ഉള്ളോ? 3 സഹോദരങ്ങളാണ്. 1.5 വയസ്സ് തള്ള
അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു. അവര് നമ്മളെ നോക്കി. എനിക്ക് 5 മക്കളുണ്ട്. അമ്മയ്ക്ക് 5 മക്കളുണ്ടോ? 5 മക്കളുണ്ട്. എന്റെ ദേവകളും ഒന്നിന് ദേവരല്ല എല്ലാ വീട്ടിലുണ്ട്. എല്ലാരും അടുത്തുണ്ട്. അമ്മ മക്കളൊക്കെ പറഞ്ഞിട്ട് എന്താ കേക്കാത്ത? റോഡിലോട്ട് പിന്നെ എന്തിനാ പോയിരിക്കണേ? പറഞ്ഞാ കേക്കാത്ത ആളാണോ? കുസൃതിക്കാരിയാണോ? ഞാൻ പറഞ്ഞാ കേക്കോ? 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 കേക്കേണ്ട രീതിക്ക് പറഞ്ഞാ കേക്കും. എന്റെ പേരറിയാവോ? ചോദിച്ചാ എന്റെ അടുത്ത്. എന്റെ പേര് ചോദിച്ചാ ഇത്രയും നേരമായിട്ട് സംസാരിച്ചിട്ട് എന്റെ പേര് ചോദിച്ചാ? ജോയിച്ചനല്ല, എന്റെ പേര് കാർത്തിക്. കാർത്തിക് സൂര്യ. ആ കാർത്തിക് സൂര്യ. ഇല്ല, പെങ്ങന്മാരില്ല. ഞാൻ ഒരാളേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. എന്റെ ആര്? അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയുണ്ട്, അമ്മൂമ്മമാരും ഉണ്ട്. എല്ലാരും വീട്ടില് ഇരിപ്പുണ്ട്. സന്തോഷമായിട്ടിരിക്കും. ഇല്ല ഇല്ല, അവരുടെ മനസ്സ് വെറുപ്പിക്കൂല. നമസ്കാരം. ഇത് ഇളയ മോനാ. ഇത് വാങ്ങമ്മ. എന്റെ ഒരു സന്തോഷം. അമ്മയുടെ മോനാണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ മോന്റെ വാങ്ങണോന്നാണ്. ഇത് അമ്മുമ്മക്ക് ജോലിക്ക്. അമ്മുമ്മ എനിക്ക് വേണ്ടി ഇനി ജോലി ചെയ്യും. എന്താണെന്ന് അറിയാവോ ജോലി? അമ്മുമ്മ സന്തോഷമായിട്ടിരിക്കണം. അതാണ് അമ്മുമ്മയുടെ ജോലി. ഇനി മുതലുള്ള സന്തോഷമായിട്ടിരിക്കുവോ? അത് ഒരു വലിയ ജോലിയാണ്. അത് ചിലരെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. മാമ, ഞാൻ അമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇതാ ഐശ്വര്യമായിട്ട് മേടിച്ചോണ്ടേ. അപ്പൊ എന്താ ജോലി? എന്താ? സന്തോഷമായിട്ടിരിക്കുക. എന്താ? അതൊരു വലിയ ജോലിയാണ്. അത് ചെയ്യണം കേട്ടോ. എന്റെ പേര് ഓർമ്മയുണ്ടാ? ഇല്ല, എന്റെ പേര് കാർത്തിക് സൂര്യ. എന്നെ ഒരു കൊച്ചുവനായിട്ട് കാണൂ. റോഡിൽ ചെന്ന് ഇരിക്കരുത് ഇനി. അതിന് വേണ്ടിയാണ് അമ്മയ്ക്ക് ഞാൻ ജോലി തന്നേക്കാണ്. ജോലി കൃത്യമായിട്ട് ചെയ്യണം. ഇനി ഞാൻ വരുമ്പോ റോഡിൽ കാണരുത്. ഞാൻ എറണാകുളത്ത് ജോലിക്ക് പോണ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി നോക്കും. അപ്പൊ റോഡിൽ ഇരിക്കണ എങ്ങാനും കാണുകയാണെങ്കിൽ ഞാൻ പിച്ച് വെച്ച് തരും. കേട്ടാ? ഓക്കെ, ഏറ്റ്. ഇനി ആരുടെ മുമ്പിൽ നിന്ന് കൈ നീട്ടരുത്. കേട്ടാ? എന്റെ അമ്മുമ്മ എന്റെ അമ്മുമ്മ ആരുടെ മുമ്പിൽ കൈ നീട്ടണ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ പോയിട്ട് വരട്ടാ. ഞാൻ പോയിട്ട് അടുത്ത എറണാകുളത്ത് പോണ വഴിക്ക് വരാം. ഒരു 22-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതി അടുപ്പിച്ച് ഞാൻ ഇറങ്ങാം അങ്ങോട്ട്. ജോലി എന്നേക്കാണ്. അപ്പൊ ഇനിയിപ്പൊ എന്റെ ജോലിക്കാരിയാണ്. സന്തോഷമായിട്ടിരിക്കണം. ആൾക്കാർ മുമ്പിൽ ചെന്ന് കൈ നീട്ടരുത്. വെയിലെത്തിരിക്കരുത്. വെള്ളം കുടിക്കണം, ഫുഡ് കഴിക്കണം. ഇത്രയും ജോലി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൃത്യമായിട്ട് ചെയ്തിട്ടിരിക്കണം. മേൽനോട്ടം വഹിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണം, നോക്കിക്കോണം. ഇനി റോഡിൽ ചെന്ന് ഇരിക്കരുത്. ഞാൻ പറഞ്ഞു കേട്ടാ. കേട്ടോ? കേക്കുവോ? എന്റെ വീടോ? എന്റെ വീട് തിരുവനന്തപുരത്ത് ചെല്ലമംഗലം എന്ന് പറയും. അറിയാവോ? ചെല്ലമംഗലം. എനിക്കൊരു ഉമ്മ തരുവോ? അച്ചടാ. അപ്പൊ അമ്മ സന്തോഷായിട്ടിരിക്കണേ. കേട്ടോ? വാക്ക് തന്നാ? ഓക്കെ, ശരി, പോയിട്ട് വരട്ടെ. ചേട്ടാ, ഞാൻ വരും ഇടയ്ക്ക്. അമ്മ റോഡിൽ ഇരിക്കണ കാണരുത്. കേട്ടാ, ഞാൻ ഏൽപ്പിച്ചിട്ട് പോവേണ്. ചേട്ടാ നോയിക്കൊണ്ടെന്ന്. പോയിട്ട് വരട്ടാ. റോഡിൽ ചെന്ന് ഇരിക്കരുത്. കേട്ടാ? റോഡിൽ ചെന്ന് ഇരിക്കരുത്. ശരി, പോയിട്ട് വരാവേ. കിടന്നോ? ഇന്നിനിപ്പോ റെസ്റ്റ്. ഇന്ന് ജോലിയില്ല. വീടൊക്കെ കണ്ട്. എനിക്കറിയാം, സ്ഥലം അറിയാം. ഞാൻ വരും. പോയിട്ട് വരട്ടാ. ടാറ്റാ. ഹാപ്പിയായിരുന്നു. എനിക്കും ഉണ്ടേ 3 പേര്. അതാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ കണ്ണുടക്കിയത്. കാരണം വരണമെന്ന് തോന്നി, സംസാരിക്കണമെന്ന് തോന്നി. ഇവർക്കൊക്കെ ഉണ്ടല്ലേ, സംസാരിച്ചാൽ മതി. കുറച്ചു നേരം ആരെങ്കിലും ഒക്കെ അടുത്ത് നിന്നിരുന്ന് കാര്യമായിട്ട് ഒക്കെ സംസാരിച്ചാൽ മതി. കുറച്ചു നേരം അവർ ലൈഫിൽ ഹാപ്പി ആയിക്കോളും. ശരി ചേട്ടാ, പോയിട്ട് വരാവേ. ശരി, സന്തോഷമുണ്ട്. അമ്മ ഇനി അവിടെ ഇരിക്കണ കാണരുത് ചേട്ടാ. ശരി, കൊടുക്കണ്ടേടാ അവർക്ക്. രാവിലെ ഓട്ടോചേട്ടന്മാര് പറഞ്ഞിട്ടില്ല, രാവിലെ വന്നിരിക്കണതാണ്, വൈകിട്ടാണ് വീട്ടിൽ കയറി പോകുന്നത്. എനിക്കാണെങ്കിലേ നീ വണ്ടി ഓടിച്ച് പോയപ്പോഴാടാ എന്റെ കണ്ണ ഇങ്ങനെ വെറുതെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ എനിക്കത് കണ്ണിൽ ഉടക്കിപ്പോ. അതാണ് അവിടെ കരിക്ക് കുടിക്കാൻ നേരത്ത് ഞാൻ ഭയങ്കര. അതാണ് കടയിൽ ചേച്ചി ചോദിച്ചപ്പോ എന്തൊക്കെ മറുപടി പറയാത്ത. ഹാപ്പിയായി, അമ്മ നല്ല ഹാപ്പി. അവിടെ പൈസ കൊടുക്കണേലല്ലടാ കാര്യം. ഒരാള് മനസ്സറിഞ്ഞ് നമ്മളെടുത്ത് നമ്മുടെ ക്ഷേമാന്വേഷണം നടത്തുമ്പോ ഉണ്ടല്ലോ, അത്
കഴിക്കാൻ പറ്റുന്നത്. അത് എനിക്ക് അറിഞ്ഞൂടാ കേസ്, എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന്. പക്ഷെ ഉമ്മ വന്നപ്പോ എന്റെ പിടിവിട്ടുപോയി. ലാസ്റ്റ് പറഞ്ഞ ആ വാക്കും കൂടെ നിങ്ങൾക്ക് വീടറിയാലോ, ഇനി വരൂലെന്ന് ചോദിക്കും. വരും, തീർച്ചയായിട്ടും വരും. ഈ കാർത്തി എങ്ങനെ കണ്ടത്? എടാ എന്റെ കണ്ണിലങ്ങ് ഉടക്കിപ്പോയടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വണ്ടി ഓടിച്ച് പോവേല്ലേ, ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ട്രാഫിക്കിൽ എത്തിയപ്പോ അവിടെ സിഗ്നൽ എവിടെ എത്തിയപ്പോ ഒന്ന് സ്ലോ ആക്കിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് എന്തോ നമ്മൾ വരണതിന് മുന്നേ ചാന്തമ്മയുടെ പല്ലെടുക്കാനൊക്കെ പോയിട്ട് വന്നതല്ലേ, പക്ഷെ അതും എന്ത് ഹാപ്പി ആയിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഈ അമ്മ കണ്ടപ്പോ എനിക്ക് എന്തോ പോലെ അങ്ങ് ആയിപ്പോയി. എന്നിട്ട് കണ്ട സ്ഥിതിക്ക് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. കുറെ പേര് വരും, ഇനിയിപ്പം ഇതൊക്കെ ചെയ്താൽ പോരെ, ഇതൊരു വീഡിയോ എടുത്തിട്ട് കാണിക്കണം എന്ന് പറഞ്ഞ കുറെ എണ്ണം വരും. പക്ഷെ അത് കാണണം. ഇത് കണ്ടിട്ട് ഒരു 10 പേര് അവരുടെ ചുറ്റുപാടും ഉള്ളവർക്ക് കുറച്ച് കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഞാൻ ആരുടെ പൈസ കൊടുക്കാനൊന്നും പറയില്ല, പക്ഷെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് അറ്റൻഷൻ കൊടുക്കാം. കുറച്ച്, അധികം ഒന്നും വേണ്ട, കുറച്ച്. അത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കും. അത് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കും. അത് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തിരുവനന്തപുരത്തോട്ട് പോവാം. ഞാൻ ഹാപ്പി. നമ്മളങ്ങനെ ചെല്ലമംഗലം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒടുക്കത്തെ ചൂട് ഗൈസ്. ഞാൻ എന്റെ സ്റ്റുഡിയോ എത്തി. മാർക്ക് ഇന്നലെ ISL ഫുട്ടേജ് ഒന്ന് അയച്ചു കൊടുത്തിട്ട് താഴെ വീട്ടിൽ പോവാം. അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വേണം ഗൈസ്. ഞാൻ ഒന്ന് ഫുട്ടേജ് കോപ്പി ചെയ്തിട്ടിട്ട് വരാവേ. ഫുട്ടേജ് അയച്ചു കൊടുത്തിട്ടാണ് ഗൈസ്. അഖിലേഷ് അല്ലേനെ വിഷ്ണുടാ, ഞാൻ വീണ്ടും ഡ്രോണെ ചതിപ്പി താത്തടാ. താങ്ക്സ്. ഇല്ല തിരിച്ചു പിടിച്ച് ഗൈസ്. ഞാൻ എക്സ്പ്ലനേഷൻ തരാം. ഗൈസ്, ഇതിപ്പോ ഞാൻ മറ്റേ ഒരു പാലം ഉണ്ടായിരുന്നു. അപ്പൊ പാലത്തിന്റെ നടുക്കുള്ള ഒരു സ്പോട്ടിൽ ചെന്നിരുന്നിട്ട് ഞാൻ നല്ല വിഷ്വൽ ആണെന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോഴത്തേക്ക് ഇന്നലെ രാവിലെ ഞാൻ ചീനി വരയുടെ വിഷ്വൽ എടുത്തിട്ട് ഞാൻ ചാർജ് ചെയ്യാൻ മറന്നു. അപ്പൊ 22% ചാർജ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡ്രോൺ ഞാൻ പറത്തി. അപ്പൊ ഇത് പറന്നു പോയപ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു പോർഷൻ എത്തിയപ്പോ ലോ ബാറ്ററി റിട്ടേൺ ടു ഹോം എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് റിട്ടേൺ ടു ഹോം ഉണ്ടല്ലോ, ആ ഓട്ടോമാറ്റിക് റിട്ടേൺ ടു ഹോം തന്നെ ഇനിഷ്യേറ്റ് ചെയ്തു. അപ്പൊ ഈ സാധനം നേരെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പം ഞാൻ ഇതിന്ന് എന്റെ കയ്യിൽ നിന്ന് മാറ്റി വെച്ചാണ് ഡ്രോൺ പറത്തി വിട്ടത്. അപ്പൊ ഇത് എവിടെയാണോ വരുന്നത്, ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് എന്നിട്ട് ഈ ഫോണാവായ ഡ്രോൺ തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ഒരു ക്യാമറ ഇരിക്കണം, ഞാൻ ക്യാമറ എന്ത് ചെയ്ത് കുത്തനെ തിരിച്ചു കണ്ട എന്റെ ഫ്രണ്ടില് ആ ഒരു പോർഷനില് ഇത് എന്റെ കൈവാക്കിനല്ല കുറച്ചുകൂടെ ദൂരത്തിനാണ് താന്നത്. അപ്പൊ താന്നു ഞാൻ നോക്കിയാണ്, അയ്യോ താണ്ട് പോണേ, സാമാനം താഴോട്ട് പോണേ, താഴെയാണെങ്കിൽ വെള്ളം. നല്ല പൊക്കോണ്ടത് ഇതിങ്ങനെ കാണുമ്പോക്കെ നല്ല പൊക്കോണ്ട്. പാലം പണി എടാ, ഇത് നേരെ താഴോട്ട് പോയിട്ടുണ്ടല്ലോടാ. ഇത് വെള്ളം ലക്ഷ്യമാക്കിയാണ് പോണം. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനെന്താ ഇവിടെ എത്തിക്കണം, ഈ ഭാഗത്തെങ്ങാനും എത്തിക്കണം. ഈ ക്ലാപ്പാണെങ്കിൽ പിടിച്ചിട്ട് കൺട്രോൾ കിട്ടണില്ല. ഇത് നേരെ താഴെ വെള്ളത്തിൽ താഴുമെന്ന് വിചാരിച്ചേ. അപ്പൊ എങ്ങനെയെങ്കിലും കണ്ട് എനിക്ക് ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വിഷ്വൽ ഓൺ ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയേട്ടാ. ഇവിടെ കിടന്ന് എനിക്കൊരു ശിവലിംഗം വെക്കും. ശിവലിംഗോടാ ഞാൻ എടുത്തില്ല, എനിക്ക് പേടി, തൊടാൻ പേടി. ഇവിടെ എത്തി എനിക്ക് ഇവിടെ എത്തിയപ്പം ഇവിടെ ലാൻഡ് ചെയ്യാം. കാരണം ബാക്കി എല്ലായിടത്തും ചെളിയും ചതുപ്പുമല്ലേ. അങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഓക്കെ ആണെന്ന് തോന്നി. കാരണം ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മി എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ പിടിച്ചിട്ട് ഈ ബാറ്ററി ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലേ. റിട്ടേൺ ടു ഹോം ക്യാൻസൽ ചെയ്യാൻ പറ്റും, പക്ഷെ എന്നാൽ ഇത് അവിടെ തന്നെ വീണു. അപ്പൊ റിട്ടേൺ ടു ഹോം അടിച്ചിട്ട് ഇത് എത്തുമ്പം റിട്ടേൺ ടു ഹോം ക്യാൻസൽ ആക്കിയാലും ഇത് നേരെ താഴെ ഗ്രൗണ്ടിന്റെ അടുത്ത് വന്നിട്ട് ഇത്ര പൊക്കത്തിനെ നിൽക്കുള്ളത്. ഡ്രോൺ പറത്തുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രോൺ ഈസ് എ ഡേഞ്ചറസ് തിങ്. ബാറ്ററി ഇല്ലാതെ ഞാൻ കാണിക്കുന്ന കണക്ക് കോമാളിത്തരം കാണിക്കാൻ പോകരുത്. ഡ്രോൺ വെള്ളത്തിൽ പോകും. ദാണ്ട ഗൈസ്, ഇതില് ഇവിടെ പിടിച്ചു നോക്കിയടാ ഇലേഷ, ഒരു ചെറിയൊരു ഒരച്ചില് വന്ന് ദാണ്ട ഇവിടെ കുറച്ച് ഇവിടെ പിടിച്ചു നോക്കിയടാ. ഇതെന്തായാലും നമുക്ക് ചാർജ് ചെയ്തിട്ട് ഒന്നുകൂടെ പറത്തി നോക്കാൻ പറക്കൂല്ലേന്ന് അറിയാം. നീ ഫുഡ് കഴിച്ചാടെ? നീയാ? ഞാൻ പോയി വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇനോഗ്രേഷന് പോകാം. ഇതിന്റെ ക്ലിനിക്കിന്റെ ഇനോഗ്രേഷൻ രണ്ടെണ്ണം പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഞാൻ വീട്ടിൽ എത്തിയേ കുറെ കാലത്തിന് ശേഷം. 5 ദിവസമാണെങ്കിലും 5 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ എത്തുമ്പോ ഒരു പ്രത്യേക ഫീലാണ് ഗൈസ്. അമ്മാ ജുഗിരി പുപ്പി മിസ് ചെയ്തു തന്നെ രണ്ടുപേരും. ചക്കരപ്പുട്ടി നക്കാച്ചി. അമ്മ ഉറങ്ങിപ്പോയാ? ഗ്ലാനി ഗംഗ അതായത് ഗ്ലാമി അതായത് കേസ് ഗ്ലാനി ഗംഗ. അമ്മ ഇന്ന് രാവിലെ എന്റെ ഒരു ഡ്രോണ് ഒരു പാലത്തിന്റെ താഴെ പോയി. അപ്പൊ ഡ്രോൺ എടുക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ശിവലിംഗം കിടക്കണം. തൊട്ടില്ല, ഈ പേടിക്കും. കണ്ട എന്തെങ്കിലും ഭക്ഷിക്കാൻ തരിക മാതാശ്രീ. നോക്കിയാണേ ഗൈസ്, വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കിട്ടില്ല നല്ല ചൂട് ചമ്പാവരി ചോറ്, മീൻ കറി. എന്ത് മീനമ്മ ഇത്? വള്ളിക്കൊഴിയാള മീൻ കറി. ഇത് പുളിഞ്ചിക്ക കറി. പുളിഞ്ചിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പംപുളി എന്ന് പറയോ അങ്ങോട്ടൊക്കെ. പിന്നെ വള്ളിക്കൊഴിയാള പൊരിച്ചതും അതിന്റെ തന്നെ പരു. ചില സ്ഥലങ്ങളിൽ ഇതിനെ പരിഞ്ഞിലെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ ഇതിനെ മീൻമുട്ടയെന്നും വിളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ല സ്വയംഭ നാടൻ ചീരത്തോരൻ. താങ്ക് യു അമ്മ. ഓക്കെ, എന്താ അമ്മ? കണ്ണിമാങ്ങ അച്ചാറാ? കഴിഞ്ഞ വർഷം ഇട്ടതാണ്. ഓഹോ, എനിക്ക് വയല് വെള്ളം.
ഞാൻ ചുക്കിച്ചൊളിഞ്ഞു പോയി. സ്വയംഭ സാധനം. ഇത് കണ്ണിമാങ്ങ അല്ല അമ്മ, അല്പം കൂടെ വലുതായി. മുതുക്ക് മാങ്ങ. ചീര തോന്നി ഇങ്ങനെ വെക്കണം. ജിങ്കടി ചിക്കി. എന്നിട്ട് ആദ്യം നമുക്ക് പൊരിച്ച മീൻ എടുക്കാം. പൊരിച്ച മീൻ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് എത്ര കഴിച്ചാലും മടുപ്പില്ലാത്തൊരു ഫുഡ് ഉണ്ട്, അത് മാത്രമാണ്. വേണ്ട കഴിക്കാൻ. സന്ദീപിനും ചോറിട്ട് ഗൈസ്. സന്ദീപേ നല്ല നാട ഊണ്. ബാ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി കഴിച്ചിട്ട് വരാം. അമ്മ പോയിട്ട് വരാവേ, ചായ ഞാൻ കുടിച്ചോളാം. ഗൈസ് ഇനി നിന്റെ ക്ലിനിക്കിലോട്ട് പോവാം. ഗൈസ് നമ്മൾ ശ്രീകാര്യം എത്തി. നിതിൻ ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ ഗേറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഗൈസ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ്, ഒരു സംശയം വേണ്ട. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അവന്റെ ക്ലിനിക്ക്. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു നല്ല ബിരിയാണി കടയുണ്ട്, സൂപ്പർ, കുറഞ്ഞ റേറ്റിന് ബിരിയാണി. പക്ഷെ നമ്മൾ അവിടെയല്ല, നമ്മൾ നിതിന്റെ ക്ലിനിക്കിലോട്ടാണ് പോകുന്നത്. ശരിയാണ് ഗൈസ്, അതുകൊണ്ട് അതാണ് CET കോളേജിന്റെ ഗേറ്റ്. ഇവിടെയാണ് അളിയന്റെ ക്ലിനിക്ക്, ആരോഗ്യ മെഡി സെന്റർ. നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നല്ലോ രാവിലെ. ചെറിയ ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ട് കടകംപള്ളി സുരേന്ദ്രനൊക്കെ ആണല്ലോ കേസ് വന്ന് ഇനോഗ്രേഷൻ ചെയ്തത്. കൗൺസിലർ എക്സ് ഡെപ്യൂട്ടി മേയർ ജിജി. എന്റെ പുണ്യടാ, ഗ്രാൻഡ് ആൾക്കാരടാ. ആ ഡോക്ടർ സാർ നമസ്കാരം. നമുക്കൊക്കെ ഇവിടെ എൻട്രി ഉണ്ടോ? നീ ചെറിയ പരിപാടി ഭയങ്കര പരിപാടിയാണല്ലോ. ചെറുതായിട്ട് തുടങ്ങിയതാണ്, വലുതായി. എടാ മക്കളെ സുഖമാണോടാ? ഇത് നിതിന്റെ അനിയനാണ്. നിതിനെ ഞങ്ങൾക്ക് അറിയാമല്ലോ. എന്തിനടാ അത് തിങ്കളാഴ്ച നമ്മൾ പ്ലാൻ ചെയ്തു. പ്രാർത്ഥിച്ചില്ലെങ്കിൽ കയറാം. ഈ ഓപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചൊവ്വാഴ്ച ബാക്കി ദിവസങ്ങളായപ്പോ മൊത്തത്തിൽ എടാ OP എന്തിനടാ? ഔട്ട് പേഷ്യന്റ് ഓപ്പറേഷൻ തിയേറ്റർ. ഇതാണോ നിന്റെ ടേബിള്? അപ്പുറത്തെ ആരിയ്ക്കോടാ? ആണോ? ഓ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള സർവീസ്. ഡോക്ടർ ഷുഗർ, അതെന്താ? ഓ അത് അടുത്ത ലൈനാണല്ലേ? ഡോക്ടറുടെ നേരെ ഷുഗർ. എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പൊ ഇതാണ് കൺസൾട്ടേഷൻ നമ്പർ. CETയുടെ ഓപ്പോസിറ്റ് ആണ് ഗൈസ് ക്ലിനിക്ക്, എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഓപ്പോസിറ്റ്. പനിയൊക്കെ പിടിക്കുമ്പോ ഇങ്ങോട്ട് വരിക, അളിയൻ ഇവിടെ തന്നെ കാണൂലേടാ? പിന്നല്ല, അപ്പൊ ഇവിടെ തന്നെ ടൂർ കാടാ. ഇത് കൺസൾട്ടേഷൻ റൂം, OP1 OP2. അത് കഴിഞ്ഞ് ഇത് വലിയ നിലവിളക്ക്. ഓ നമസ്കാരം. ആരൊക്കെ? ഇതൊക്കെ നഴ്സുമാരാണോ? ഓ ചെറിയ ഫാർമസി. അളിയ നീ സ്വന്തമായിട്ടാണോടാ? അയ്യോ എടാ, അവ സ്വന്തമായിട്ടാ ആശുപത്രിയൊക്കെ ഇട്ടടാ. പ്രൗഡ് ഓഫ് യു. പിന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്. ടൂറുതാ. ഓക്കെ, ഇത് 3 ബെഡ് ഉണ്ടല്ലേ? 3 ബെഡ് ആയിട്ടുള്ളത്. IP ഇല്ല, OP ബേസ്. എനിക്ക് അറിഞ്ഞൂടാ രണ്ടെണ്ണം. അതിനൊക്കെ ഉണ്ട്. ECG ബ്രാൻഡ് ന്യൂ. ഓ 2024. അതെന്തൊരു മോഡല്? ECG മെഷീൻ ഉണ്ടല്ലേ? ഇതാണ് പ്രൊസീജിയർ റൂം, മൈനർ OP. അതെന്തിനാണ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓ കണ്ണൂരാന് പറ്റിയതാ? എന്താടാ എടാ അരിയൊക്കെ വെപ്പുണ്ടാടാ അവിടെ? ഓ ഇത് എന്റെ സാധനങ്ങളല്ലേ? ഇത് ഇൻഫ്രാറെഡ്, നടുവേദന, കാലുവേദന, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉള്ളല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഹോസ്പിറ്റൽ ടൂർ കൊടുക്കണേ. അതിനുള്ള ഇതെന്താ? ഓക്സിജൻ. ഇതെന്തുവാടാ? സ്റ്റോറേജ് റൂം. എടാ നീ ഗ്രാൻഡ് ആയിട്ട് തുടങ്ങിയാട്ടാ? ഇപ്പം തുടങ്ങിയപ്പോ ഗ്രാൻഡ് ആയിട്ട് തുടങ്ങിയാട്ടാ? ഇത് എപ്പോ വന്ന പ്ലാനടാ? 4 മാസം മുന്നേ? ദിവസം മുന്നേ? ഇതെന്തോടാ? മറ്റേ നമ്മള് കളിപ്പാട്ടമൊക്കെ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഇപ്പൊ വന്ന പ്ലാനടാന്ന് പറഞ്ഞിട്ട് അതേ കണക്കാണ് ആശുപത്രി സെറ്റ് ചെയ്ത്. സെറ്റ് കേട്ടോടെ. ഇത് കുഞ്ഞുങ്ങൾക്കുള്ളതാണല്ലേ? ഇത് ട്രിപ്പ് എനിക്കറിയാം. ഇത് സിറിഞ്ച്, കുറെ സാധനങ്ങളുണ്ട് കൈസ്, എനിക്ക് അറിഞ്ഞില്ല. ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയുള്ള എല്ലാം ഉണ്ടല്ലേ? ഇത് അടുത്ത നഴ്സുമാരാണോ? ലാബാണല്ലേ? ഓ സെമി ഓട്ടോമാറ്റിക് അനലൈസർ. അത് പറഞ്ഞ പോലെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ കണ്ടെന്ന് കേട്ടത് മാത്രം എനിക്ക് അറിയുള്ളൂ. എടാ ഇത് പണ്ട് ഞാൻ എന്റെ കവിളില് മറ്റേ സാധനം എടുത്ത് ഇതിനകത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. വേണ്ട.
ടൈമർ 2 ഫീറ്റ്. ഇതെന്തുവാടാ ഇത്? നല്ല സൗണ്ട് ഉള്ള ഫാൻ. ഇവര് ഉറങ്ങും. ഉറങ്ങാതിരിക്കാൻ വേണ്ടി വെച്ചേക്കണ. എനിക്ക് ഭയങ്കര അഭിമാനമൊക്കെ തോന്നണം. ആരോഗ്യമില്ലാത്തവർ ആരോഗ്യ ക്ലിനിക്കിൽ വരും, ആരോഗ്യമായിട്ട് തിരിച്ചു പോകും. ഓ ടാഗ്ലൈൻ കേട്ടോ, ടാഗ്ലൈൻ. ആരോഗ്യമില്ലാത്തവർ ആരോഗ്യ ക്ലിനിക്കിൽ വരും, ആരോഗ്യമായി തിരിച്ചു പോകും. ഓക്കെ, അപ്പൊ ടാഗ്ലൈൻ ഞാൻ പറഞ്ഞത് ആരോഗ്യമില്ലാത്തവർ ആരോഗ്യ ക്ലിനിക്കിൽ വരും, ആരോഗ്യമായി തിരിച്ചു പോകും. നീ 42 പ്രാവശ്യം പറയട്ടോ ബ്രാൻഡ് യൂസ് ചെയ്യണം. എനിക്ക് മനസ്സിലായി. 6 പാക്ക് ഇല്ല, അതുകൊണ്ടാണ് ഊരാ നിൽക്കണത്. ഈ 4 വരകളുണ്ട് എന്തൊരു മനസ്സിലാക്കിയടാ. അത് അങ്ങനെയാണ്ടത് വർക്കാവണം. നോർമൽ. ഡോക്ടർ എന്താണ് അവന്റെ ആരോഗ്യത്തിന്? കുറച്ച് നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇത് വെച്ചേക്കണം. നോർമൽ സൈനസ് ഈ പാറ്റേൺ കുഴപ്പമില്ലല്ലോ. പാറ്റേൺ ക്ലിയർ ആണ്. വർഷത്തേക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 100 വർഷത്തേക്കാ? സിമെന്റിന്റെ ഒക്കെ പരസ്യം പറയുന്നതാണെങ്കിൽ 100 കൊല്ലത്തേക്ക് അടിച്ചുറപ്പ് കാണുമെന്ന്. സെറ്റാണല്ലോ, കുഴപ്പമൊന്നുമില്ല. നോർമൽ എന്നാടാ? വിഷ്ണുവിനൊരു മാറാത്ത രോഗമുണ്ടോ? എന്ത് രോഗം നേരിടാം? ഞരമ്പ് രോഗം. ഇതൊക്കെ എന്താടാ ഇതൊക്കെ? ആണ്. ആണല്ലേ? ഇതാ ഇത് IMR ലൈഫ് മെമ്പർ. ഓ, ഡോക്ടർ ആണെന്നുള്ളതിന് തെളിവൊക്കെ ഉണ്ട്. കണ്ട, തെളിവുള്ള ഡോക്ടറാണടാ. നീ എന്തിനാ? ഓക്കെ, പരിപാടി കഴിഞ്ഞിറങ്ങാം. അളിയാ, അപ്പൊ ക്ലിനിക്കിന് ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. നമുക്കിറങ്ങാം വീട്ടിലേക്ക്. നമ്മളിതൊരു സ്റ്റുഡിയോ എത്തി. അപ്പൊ ഇത് നോക്കിയാണ്. ഇതെന്തുവാടാ ഇത്? ഏത്? ബെൻലി 600 ഒന്ന് റേസ് ചെയ്തടാ. അഖിലേഷ് ബിസിനസ് ടീം. എടാ ഞാൻ പോയിട്ടാ. എനിക്ക് ഒരു പാറപ്പുറത്തിരുന്ന് പാട്ട് കേൾക്കണം മൂട്. നമുക്കൊരു സ്പോട്ടിലോട്ട് പോകാം. ഇത് എന്തുവാടാ ഇത്? എങ്ങനെയാടാ ഇതിന്റെ ബാക്കി മനുഷ്യ ഇരിക്കണത്? ആ പോട്ട് അതൊക്കെ പോണേടാ. കൃഷ്ണ, നീ ഇവിടെ വന്നിട്ടുണ്ടാടാ? എങ്ങനെയുണ്ട് എന്റെ സ്പോട്ട്? ഇനി ഒരു പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇവിടെ വന്ന് കിടന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോകും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇന്നൊരു ഭയങ്കര ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് അറിഞ്ഞൂടെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്രയും സംഭവിച്ചത്. ശിവലിംഗം ഡ്രോണ് താഴെ പോയി. പിന്നെ വേറെ അവൻ അറിഞ്ഞൂടായിരുന്നു. ഞാൻ പറയുന്നില്ല, വ്ളോഗ് കാണുമ്പോൾ കണ്ടാൽ മതി. പല കാര്യങ്ങളും സംഭവിച്ചു ഗൈസ്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ പറയുക. അപ്പൊ ലവ് യു. അടുത്ത വീഡിയോ കാണാം. ഒരു ടാറ്റ ഓർഡർ. ബൈ ബൈ.